ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 12-ാം തിരുവചനം 3 കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, പ്രത്യാശയിൽ സന്തോഷിക്കുക. വരാൻ പോകുന്ന കാര്യങ്ങളെ മുന്നിൽ കണ്ട് നാം സന്തോഷിക്കുക. എന്താണ് വരാൻ പോകുന്നത്? നിത്യജീവനാണ് നമ്മൾ മുമ്പിൽ എപ്പോഴും കാണേണ്ടത്. നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടുന്ന കരുത്തിനായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. പ്രത്യാശയിൽ സന്തോഷിക്കുക. വരാൻ പോകുന്ന അനുഗ്രഹങ്ങളെ മുന്നിൽ കണ്ട് അതിൽ സന്തോഷിക്കുക. രണ്ടാമതായി പറയുന്നത്, ക്ലേശങ്ങളിൽ സഹനശീലരാകുക. ക്ലേശങ്ങൾ, ദൈവഭക്തൻ്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്. എന്നാൽ അവയെ സഹിച്ച് മുന്നേറുക. ക്ലേശങ്ങളിൽ സഹനശീലരാകുക. മൂന്നാമതായി പറയുന്നത്, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകുക. നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും സാധിക്കാതെ വരുമ്പോൾ പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോകരുത്. പ്രാർത്ഥന ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ നവീകരിക്കലാണ്. ഹൃദയ അടുപ്പത്തിലേക്ക് നമ്മൾ അടുക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്ന പോലെ 12-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. ഒന്ന്, പ്രത്യാശകൾ സന്തോഷിക്കുക. 2, ക്ലേശങ്ങളിൽ സഹനശീലരാവുക. 3, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാവുക. വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ത്രിയേക ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽമുട്ടിന് വേദനയായിട്ട് നടക്കാൻ സാധിക്കാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സഹോദരിയെ സമർപ്പിക്കുന്നു. അതിനായി ഇഞ്ചക്ഷൻ എടുക്കുകയും കാലിന് വേദന അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സഹോദരിക്ക് പൂർണ്ണമായും സൗഖ്യം ലഭിക്കുവാൻ നാഥ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.